يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله المبدئ المعيد ينشر رحمته على عباده وهو الولي الحميد سبحانه قاصم كل متجبر عنيد إن بطش ربك لشديد. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ മുന്നേറുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹനീയമായ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നേടിയെടുത്തിട്ടുള്ള ഈ വിശുദ്ധമായ മാസത്തിൽ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ, അതിലെ അധ്യായങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അതിലെ ആയത്തുകളെക്കുറിച്ചുള്ള ചിന്തകൾ ഏറെ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കേണ്ടുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. പരിശുദ്ധ റമദാനിൽ നിന്ന് 23 നമ്മളിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. 24 നമ്മൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ അർത്ഥത്തിലും ന്യൂനതകളിൽ നിന്നെല്ലാം മുക്തമായ നിലക്ക് റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞതിനേക്കാളും പ്രാധാന്യമർഹിക്കുന്ന രാപ്പകലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള മഹനീയമായ ആ അധ്യായം ഖുർആനിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർ മനസ്സിലാക്കണം, 2 സൂറത്തുകൾക്കിടയിലാണ് അത് വന്നിട്ടുള്ളത്. തൊട്ട് മുമ്പുള്ളത് സൂറത്തുൽ അലഖാണ്. അതിൻ്റെ തുടക്കം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ പരിശുദ്ധ റമദാനിലെ ഒരു രാത്രിയിൽ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആ ഉദ്ഘാടനം, അവതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ് തൊട്ട് മുമ്പ് വന്നിട്ടുള്ളത്. ശേഷം വന്നിട്ടുള്ളത് സൂറത്തുൽ ബയ്യിനയാണ്. ഈ വിശുദ്ധമായ ഖുർആൻ അത് എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു എന്നും വ്യക്തമാണ് അതിൻ്റെ തെളിവുകളെന്നും സംശയലേശമന്യേ എല്ലാ കാര്യങ്ങൾക്കും അതിൽ വ്യക്തമായ നിലക്കുള്ള കൃത്യമായ വിവരണങ്ങളുണ്ട് എന്നും അതനുസരിച്ച് ജീവിക്കുന്നവർക്കേ സ്വർഗം ശാശ്വതമായി ലഭിക്കുകയുള്ളൂവെന്നും അല്ലാത്തവർക്ക്, നിഷേധികൾക്ക്
കഠിനകഠോരമായ നരകശിക്ഷയായിരിക്കുമെന്ന താക്കീത് നൽകുന്ന സൂറത്തുൽ ബയ്യിന, അതാണ് നേരെ തൊട്ട് പിന്നിലുള്ളത്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഈ വിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം നടന്ന സമയം, ആ സമയത്തിൻ്റെ മഹത്വം, ആ കാലത്തിൻ്റെ പ്രത്യേകത, അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് സൂറത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിച്ച് തള്ളുന്നു എന്നുള്ളതിലപ്പുറം കേവല വായന മാത്രമാണോ അള്ളാഹു നമുക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നതിലുള്ളത്? ഒരിക്കലും അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഖുർആൻ ചിന്തിക്കുവാനുള്ളതാണ്. ഖുർആൻ വായിച്ചാലും, നമുക്ക് അർത്ഥമറിയാതെ വായിച്ചാലും പുണ്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കേവലം ഓത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ഈ ഗ്രന്ഥം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ടുള്ള ലക്ഷക്കണക്കിന് വിജ്ഞാന ശാഖകളാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇത് വിശദീകരിക്കപ്പെടേണ്ടതും പഠിക്കേണ്ടതും പകർത്തേണ്ടതുമൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, റമദാൻ അവസാനിക്കുകയാണ്, അവസാന വെള്ളിയിലാണ് നമ്മളുള്ളത്. ഇനിയെങ്കിലും ചിന്തിക്കുക, അള്ളാഹുവേ, നിന്റെ കലാമിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത, അതിനെക്കുറിച്ചുള്ള ഒരു പഠനം, അർത്ഥം പഠിക്കാനും ആശയം പഠിക്കാനുമുള്ള എന്തെല്ലാം സംവിധാനങ്ങളാണ് ഈ രാജ്യത്ത് നമ്മുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് നമ്മുടെ ഖുർആൻ പഠന സംവിധാനങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്നപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്ന് യാത്ര ചെയ്താൽ പഠിക്കുവാനുള്ള ഇഷ്ടം പോലെ സംവിധാനങ്ങൾ എത്ര പേര് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഗൗരവത്തോടെ ആലോചിക്കണം. എല്ലാത്തിനും നമുക്ക് നേരമുണ്ട്, അള്ളാഹുവിൻ്റെ കലാമു പഠിക്കാൻ മാത്രം നേരമില്ല. ആ ഒരവസ്ഥയാണ് ഇനിയും വന്നു ചേരുന്നതെങ്കിൽ ഇനി ഒരു റമദാനിൽ ഇതുപോലെ ഒരു വെള്ളി നമ്മളൊക്കെ ഒരുമിച്ച് കൂടുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകിക്കൊണ്ട് ഒരുപാട് റമദാനുകളെ സ്വീകരിക്കുവാനും ഒരുപാട് റമദാനുകളിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും തൗഫീക്ക് നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമായ ഈ ഗ്രന്ഥം ഖദറിന്റെ രാത്രിയിലാണ് അതിൻ്റെ അവതരണമുണ്ടായത്. മഹനീയമായ ഗ്രന്ഥം ഖദർ എന്ന് പറയുമ്പോൾ തന്നെ മഹത്വത്തെക്കുറിച്ച് അതിൽ വ്യക്തതയുണ്ട്, അളവിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്, കണക്കാക്കലുകളെ സംബന്ധിച്ചുള്ള സൂചനകൾ അതിലുണ്ട്. 3 തവണയാണ് അത് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഈ പരിശുദ്ധമായ ഖുർആനിനെ ഖദറിന്റെ രാത്രിയിൽ തീർച്ചയായും നാം അവതരിപ്പിച്ചു. പിന്നീടൊരു ചോദ്യമാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്ക് എന്തറിയാം? ആ ചോദ്യം തന്നെ നമ്മുടെ കണ്ണും കാതും ഹൃദയവും അങ്ങോട്ട് തിരിച്ചുവിടാനാണ്. എന്നിട്ടാണ് പിന്നെ അതിൻ്റെ ഗൗരവം നല്ലോണം ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്ന വിധത്തിലാ പറയുന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തിന് സമാനമെന്നല്ല ഖുർആനിന്റെ പ്രയോഗം. 1000 മാസത്തിന് തുല്യമായ രാവ് എന്നല്ല ഖുർആൻ പറയുന്നത്. ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ അതിൻ്റെ പരിധിയും അതിൻ്റെ പ്രത്യേകതയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമേ അറിയുകയുള്ളൂ. 83 ചില്ലാനം വർഷങ്ങൾ തുടർച്ചയായി ഇബാദത്തെടുക്കുന്ന കൂലി ഒരൊറ്റ രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. നേടുന്നവർക്ക് നേടാൻ സാധിക്കും, അവഗണിക്കുന്നവർ പരാജയപ്പെടും തീർച്ചയാണ് എന്ന് വിചാരിച്ച് നമ്മളാരും നിരാശപ്പെടേണ്ടതില്ല. ഓരോരുത്തരുടെയും കഴിവുകൾ അള്ളാഹുവിനറിയാം. നാം എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം അതിന് പ്രതിഫലമുണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് രാവുകളേക്കാൾ അവസാന 10 അവസാനത്തെ 10 ദിവസവും കഠിനാധ്വാനം ചെയ്യാറുണ്ട്. സ്വന്തം മാത്രമല്ല, കുടുംബത്തെ വിളിച്ചുണർത്തും. അവരുടെയും കടമയാണത്. വളരെയേറെ അതിനൊരുങ്ങി തയ്യാറാവുകയാണ്. ആ നിലക്ക് വളരെ പ്രത്യേകമായി ഇതിനെ പരിഗണിക്കേണ്ടുന്ന സമയമാണ്. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ രാവെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പുരുഷായുസ്സുള്ള ഒരാൾക്ക് അത് നേടിയെടുക്കുവാൻ ജീവിച്ചാൽ നമുക്ക് സാധ്യമാകുമോ ഇതിനെ പരിഗണിച്ചെങ്കിലല്ലാതെ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആ രാവ് ഇനിയും നമുക്ക് വരാം, കഴിഞ്ഞു പോയിരിക്കാം, വരാനുള്ളതായിരിക്കാം, നമുക്കറിയില്ല. ഒറ്റയായ രാവുകൾ മാത്രമല്ല, ഇരട്ടയായ രാവുകളും വരാം, അവസാനത്തെ രാവും ആവാം, ഏതും ആവാം. അറിയിപ്പ് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർ കഠിനാധ്വാനം ചെയ്യുകയാണ് വേണ്ടത്. അന്നത്തെ മഗ്രിബ് മുതൽ ആരംഭിക്കുന്നു,
ഫജ്ർ വരെ നീണ്ടു നിൽക്കുന്നതാണ് മഹത്വം. മഗ്രിബിന്റെ ബാങ്ക് വിളി കേൾക്കുക, ഉത്തരം പറയുക, അതിന് നേരത്തെ തന്നെ പള്ളിയിലെത്തുക, മഗ്രിബിന്റെ ബാങ്ക് വിളിക്ക് കാതോർക്കുക, ഉത്തരം പറയുക, ശേഷം ദുആ ചെയ്യുക. മഗ്രിബിന്റെ ആ ബാങ്കിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതേപോലെ തന്നെ 1-ാം സഫിൽ തന്നെ കിട്ടാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ 2ാമത്തെ സഫ്, അല്ലെങ്കിൽ അതിനോടടുത്തത് ഇമാമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ അന്നത്തെ മഗ്രിബ് നമ്മൾ നമസ്കരിക്കുന്നു. എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണിതൊക്കെ. അതേപോലെ തന്നെ ശേഷമുള്ള സുന്നത്ത്, പിന്നീട് നമ്മൾ അതുപോലെ തന്നെ ഇഫ്താറിന്റെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഏതെല്ലാം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ സാധിക്കുന്നുവോ എല്ലാം നമ്മൾ അധികരിപ്പിക്കുന്നു. ഇശായിന്റെ ബാങ്ക് വിളിക്ക് കാതോർക്കുന്നു, ഉത്തരം പറയുന്നു. 2 ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്ക് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നു. അതേപോലെ തന്നെ ഇശാഇ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, അതുപോലെ തന്നെ രാത്രിയിലെ നമസ്കാരങ്ങൾ ഓരോരുത്തരുടെയും കഴിവുകൾ അനുസരിച്ചുകൊണ്ട്. ഇനി ഒരാൾക്ക് ഉളു എടുത്തുകൊണ്ട് എത്ര വേണമെങ്കിലും രാവോ പകലോ ഒക്കെ നഫിൽ എന്ന നിലയ്ക്ക് എത്രയും നമസ്കരിക്കാം. ആ വിധത്തിൽ നമസ്കാരങ്ങളിലൂടെ, അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, പശ്ചാത്താപങ്ങളിലൂടെ, അത്താഴ സമയത്ത് പ്രത്യേകിച്ചുമുള്ള അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ തേടുന്നതിലൂടെ, ഏതെല്ലാം പ്രവർത്തനങ്ങൾ, സദക്കകളിലൂടെ, എല്ലാ ദിവസവും സദക്ക ചെയ്യുക, എല്ലാ ദിവസവും സദക്ക ചെയ്യുക, എല്ലാ രാവുകളിലും സദക്ക ചെയ്യുക. നമുക്കറിയില്ല ഏതാണ് രാവെന്ന്. ആരും ഇതിൽ നിരാശപ്പെടേണ്ടതില്ല. എനിക്ക് രാത്രിയിൽ ഡ്യൂട്ടിയായി പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ മാസമുറയുടെ അവസരമാണല്ലോ. ഒരു സ്ത്രീകളും നിരാശപ്പെടണ്ട. ഞാൻ ഹൈലുകാരിയായത് ഈ അവസരത്തിലാണല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന നേരം ഇതായിപ്പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സന്ദർഭമാണല്ലോ, അല്ലെങ്കിൽ ഞാൻ കഠിനമായി അധ്വാനിക്കേണ്ടുന്ന ഒരു ഡ്യൂട്ടിയിലായി പോയല്ലോ, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാനൊരു യാത്ര ചെയ്യേണ്ടി വന്നല്ലോ. ആരും നിരാശപ്പെടേണ്ടതില്ല. ഓരോരുത്തരുടെയും കഴിവുകൾ, ഓരോരുത്തരുടെയും കഴിവ് കേടുകൾ, രോഗികൾ ആരാവട്ടെ, പ്രയാസമുള്ളവരാകട്ടെ, ആരും നിരാശപ്പെടേണ്ടതില്ല. എല്ലാവർക്കും കിട്ടും ലൈലത്തുൽ ഖദർ. പരിഗണിക്കണമെന്ന് മാത്രമേയുള്ളൂ. പ്രാർത്ഥിക്കണം, ഈ രാവിന്റെ മഹത്വം എനിക്ക് കിട്ടണം. എന്തൊക്കെയാണ് ആവുന്നതെങ്കിൽ ചെയ്യണം, ആവുന്നത് ചെയ്തേക്കുക. എത്രയാണ് ഓരോരുത്തരുടെയും കഴിവുകേടുമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യരല്ല, റബ്ബാണ്. ആ റബ്ബിന്റെ മുമ്പിൽ നമുക്കൊരു വഞ്ചനയും നടത്താനൊട്ട് പറ്റുകയുമില്ല. അവനറിയാം നമ്മുടെ കഴിവുകേടുകളും. അതിനനുസരിച്ച് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് നമ്മൾ നിർവഹിക്കുക. എല്ലാവർക്കും കിട്ടും പുണ്യം. ആർത്തവകാരികളും അതേപോലെയുള്ള ആളുകളും ഒക്കെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ദുആ ചെയ്തുകൂടെ? ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൂടെ? അറിയുന്ന മനപ്പാടമുള്ള ഖുർആൻ ഓതിക്കൂടെ? ദിക്റുകൾ ചൊല്ലിക്കൂടെ? ഖദറിന്റെ രാത്രിയാണ്, മഹത്വമാണ്. പരിഗണിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. പരിഗണിക്കുന്നവർക്കൊക്കെ അതിൻ്റെ മഹത്വം കിട്ടും. പിന്നെ ആർക്കാണത് തടയപ്പെടുക? മറ്റ് രാവുകളെ പോലെ അലസമായി അവൻ കാണുകയാണ്, അവൻ ഉറങ്ങുകയാണ്, അവൻ കളിയിലും ചിരിയിലും വിനോദത്തിലുമാണ്. അവൻ പരിഗണിച്ചിട്ടേയില്ല, അങ്ങനെ ഒരു മഹത്വം അവൻ കൽപ്പിച്ചിട്ടേയില്ല. ഒന്നും അവൻ ചെയ്യാൻ തയ്യാറല്ല. അവനതൊക്കെ ഈസിയാണ്. അങ്ങനെയുള്ളവർ മഹറൂമീങ്ങളായിരിക്കും, അവർ തടയപ്പെടും. അതല്ലാത്ത ഇതിനെ ആശിക്കുന്ന, ഗൗരവത്തോടെ കാണുന്ന, ആവുന്നത് ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുമെന്ന് നമ്മൾ സന്തോഷിക്കുക. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ടതുമില്ല. ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഒരു അവസരം, തനസ്സലുൽ മലായികത്തു വറൂഹ്, അല്ലാഹുവിന്റെ മലായികത്തുകൾ അവരുടെ മധ്യത്തിൽ നേതാവായിക്കൊണ്ട്, ലീഡറായിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാകും. ധാരാളക്കണക്കിന് മലായികത്തുകൾ ഉണ്ടാകും. അന്നത്തെ രാത്രിയിൽ ഇറങ്ങുന്ന മലക്കുകൾ അക്സറു ഫിൽ അർളി മിൻ അദദിൽ ഹസാ, ഭൂമിയിലെ ചരൽ കല്ലുകളുടെ എണ്ണത്തേക്കാൾ അപ്പുറമായിരിക്കും അന്ന് മലക്കുകളുടെ ഒഴുക്ക് ഭൂമിയിലേക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ വായയുടെ സമീപത്തവരുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്, ശാന്തി ഓതിക്കൊണ്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവർ ആമീൻ ചൊല്ലുന്നുണ്ട്, നമുക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആശീർവദിക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്. ശാന്തിയുടേതായ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം, ബലവത്തായ എല്ലാ കാര്യങ്ങളും
വേർതിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിവിടെ സംഭവിക്കാനിരിക്കുന്ന ജനനങ്ങൾ, മരണങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാത്രം ജ്ഞാനത്തിലുള്ള കാര്യം അവൻ്റെ മലക്കുകളോട് വേർതിരിച്ച് വിവരിച്ചു കൊടുക്കുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും അവഗണിക്കരുത്. എല്ലാവരും അത് വളരെ ഗൗരവത്തോടുകൂടെ കാണണം. എല്ലാ അർത്ഥത്തിലും മലായിക്കത്തുകളുടെ ആ പ്രവാഹമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ. എല്ലാ അർത്ഥത്തിലും ആ ഗൗരവം നമ്മൾ ഖുർആൻ ഓതുമ്പോഴും ഏത് സൽക്കർമ്മത്തിലും ആ കൃത്യമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മാത്രമല്ല ഒറ്റയായി വരുന്ന രാവുകൾ ഏറെ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിൻ്റെ അവസാന ദിവസങ്ങളിലെ ഒറ്റയായ രാവുകളിൽ ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇരട്ട രാവുകൾ അവഗണിക്കരുത്. പലർക്കും അങ്ങനെ ഒരു ചിന്തയാണ്. ഇന്ന് രാവാണ് എന്ന് പറയും. ഇന്ന് രാവാന്ന് പറഞ്ഞാൽ ഒറ്റ രാവാണെന്നാ അതുകൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്. ആരാ ഉറപ്പ് തന്നത് ഒറ്റ രാവിലാണെന്ന്? ഇരട്ടയായ രാവിലും വരാം. ഒക്കെ ഒരുപോലെ കണ്ടുകൊണ്ട് വളരെയേറെ അധ്വാനിക്കുക. അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഓരോ വർഷവും അത് മാറി മാറി വരാം. കഴിഞ്ഞ വർഷമുണ്ടായ ആ ദിനത്തിലായിക്കൊള്ളണമെന്നില്ല ഈ വർഷം വരുന്നത്. ഒക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകാം. ആ രാവിലെ നിസ്കാരത്തിൽ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ, വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും ഖദറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ അവന്റെ ഗതകാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ എന്നല്ല, അഫുവ്വുൻ, നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ അവിടെ അഫു എന്നാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ. ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ അർത്ഥത്തിലും ശാന്തിയുടെ രാവാണത്. സലാമുൻ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രാത്രിയാണത്. ഒരാശങ്കകളും നമ്മുടെ മനസ്സിൽ ബാക്കിയാക്കരുത്. റഹ്മാനായ റബ്ബാണ് പറയുന്നത് ശാന്തിയുടെ രാവാണ്, സമാധാനത്തിൻ്റെ രാവാണത് എന്ന്. ആ സമാധാനത്തെയും ശാന്തിയെയും ആരെങ്കിലും നശിപ്പിക്കുവാനും കുഴപ്പത്തിലാക്കുവാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ പരാജയപ്പെടും എന്നുള്ളതല്ലാതെ അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള സമാധാനത്തിന്റെ രാവിന് ഒരു ഭംഗവും വരേണ്ടതില്ല. അത് വരില്ല. അത് ഫജ്ർ, പ്രഭാതത്തിന്റെ അഥവാ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ അതിൻ്റെതായ പ്രാധാന്യം നീണ്ടു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. 83 ചില്ലാനം വർഷങ്ങളേക്കാൾ മഹത്വം എന്ന് പറയുമ്പോൾ ഇതിലെ ഒരു സെക്കൻഡിന് എത്ര മണിക്കൂറുകൾ, എത്ര പ്രത്യേകത അതിനുണ്ട് എന്ന്, ദിവസങ്ങളുടെ പ്രത്യേകതയുണ്ട്, മാസങ്ങളുടെ പ്രത്യേകതയുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം തന്നിട്ടുള്ള ഈ ആയുസ്സിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല നിലക്ക് ഈ മാസത്തെ നാം മുന്നോട്ട് കൊണ്ടുപോവുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധമായ ഈ മാസത്തിൻ്റെ ഓരോ സമയങ്ങളും ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ കൊടുത്തു തീർക്കേണ്ടുന്ന ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം. എല്ലാവരും അതിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ അത് നിർവഹിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈദിൻ്റെ സുന്നത്തുകളായി നമ്മൾ മനസ്സിലാക്കണം. ചെറിയ പെരുന്നാളിൻ്റെ ആ സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ കുളിക്കുക,
അതുപോലെ തന്നെ ശരീരം മാക്സിമം ശുദ്ധി വരുത്തുക, നഖം മുറിച്ചുകൊണ്ടും മറ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുമൊക്കെ. അതേപോലെ തന്നെ പുതുവസ്ത്രം, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക. അതുപോലെ വല്ല കാരക്കയും കഴിച്ചുകൊണ്ട് ഈദ്ഗാഹുകളിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുക, ഈത്തപ്പഴം മാത്രം കഴിച്ചുകൊണ്ട്. അതുപോലെ തന്നെ വഴി വ്യത്യാസം, നടന്നു പോകുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. നടന്നു പോകാനാകാത്ത വഴി ദൂരമുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? വാഹനങ്ങളിൽ പോകാം. അതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് വന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായി വഴി വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു പോകുവാൻ സാധ്യമാകുമെങ്കിൽ അതും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. തക്ബീർ ധാരാളമായി അധികരിപ്പിക്കൽ പ്രത്യേകതയുള്ളതാണ്. ആ ദിവസത്തെ നമസ്കാരം ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഈദ്ഗാഹിലെത്തിയാൽ അവിടെ പ്രത്യേകം സുന്നത്ത് നിസ്കാരങ്ങൾ അതിൻ്റെ മുമ്പോ ശേഷമോ ഇല്ല. എന്നാൽ നമ്മുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് ചില ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈദിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറുക എന്നുള്ളതും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള ആ ഒരു രൂപത്തിലുള്ള ആശംസകൾ കൈമാറലും, അതുപോലെ ഹറാമല്ലാത്ത അനുവദിക്കപ്പെട്ട ആഘോഷങ്ങൾ, വിനോദങ്ങൾ എല്ലാം നമുക്ക് ആവാം. കൂട്ടുകാരുമൊത്ത് നമുക്ക് വിഹിതമായ നിലക്കുള്ള യാത്രകളാവാം, കുടുംബങ്ങളോടൊപ്പം സന്തോഷം പങ്കിടലാവാം, നല്ല ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ ബന്ധങ്ങൾ പുതുക്കുക, കുടുംബങ്ങളെ സഹായിക്കുക, അവരെ വിളിച്ച് സന്തോഷം പങ്കിടുക. എല്ലാം അനുവദിക്കപ്പെട്ടതെന്ത് എന്ന് മുസ്ലിമിനറിയാം. അത് മുസ്ലിമിന് കൃത്യമായി തന്നെ അറിയാം. ആരെങ്കിലും ഒരുക്കുന്ന ചതിക്കുഴികളിൽ വീഴേണ്ടവരല്ല മുസ്ലിം എന്ന് മനസ്സിലാക്കുക. എൻ്റെ റബ്ബിന് തൃപ്തിപ്പെടുന്നത് എന്ത് എന്ന് അറിയാത്തവൻ ഒരു മുസ്ലിമായിട്ടുണ്ടാവില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സുരക്ഷയ്ക്ക്, എല്ലാ രാജ്യങ്ങളുടെയും കാവലുകൾക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ രാവുകളിൽ പ്രത്യേകമായി തന്നെ നമ്മുടെ സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. എല്ലാ ഇടങ്ങളിലും അല്ലാഹു സമാധാനവും സുരക്ഷിതത്വവും ഏർപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു എല്ലാ അർത്ഥത്തിലും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുജീബുദ് ദഅവാത്ത് ഇഹ്ഫള് വതറനൽ ഇമാറാത്ത് വഹ്ഫള് ഖിയാദതഹാ വഅഹ്ലഹാ والمقيمين على أرضها واحفظ برها وبحرها وسماءها حفظا يليق بقوتك وسلطانك وانصرها نصرا يليق بقدرتك وعظيم مقامك واشملها بعنايتك وأمانك وأدم عليها الأمن والأمان والعزة والإحسان يا ذا الجلال والإكرام. اللهم قها عدوان المعتدين وشر الأعداء والحاقدين. اللهم جازهم بإجرامهم وعاملهم بسوء فعالهم وفساد نياتهم ورد كيدهم في نحورهم واحفظ بلادنا يا رب العالمين. اللهم احفظ جنود وطننا البواسل واشدد أزرهم وقو عزيمتهم وسدد رميهم وانصرهم على عدوك وعدوهم وأجزل أجرهم وثوابهم. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك. اللهم اجعل عمله في طاعتك. اللهم سدد قوله وفعله. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم تقبل منا كل أعمالنا خالصة لوجهك الكريم يا ودود يا مجيب الدعوات. احفظنا يا حافظ إنك أنت خير حافظا وأنت أرحم الراحمين.